ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അമേയനായ ശ്രീരാമചന്ദ്രൻ അവനിയെ മുഴുവൻ അതുല്യമായി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിൽ അധർമ്മചാരികളായ അരക്കരെ മുഴുവൻ അന്ധകാലയം അണച്ച് സജ്ജനങ്ങൾക്ക് ആശ്വാസമേകിയ സന്ദർഭത്തിൽ മാമുനീന്ദ്രന്മാരിൽ പലരും ദേവനെ ദർശിക്കുവാനും വന്ദിക്കുവാനും അയോധ്യയിലെത്തി. കിഴക്കേ ദിഗ്വാസികളാണ് കൗശികൻ, യവക്രീതൻ, ഘാലവൻ, മേധാതിഥിസുതനായ കണ്വൻ മുതലായവർ. ഭഗവാൻ നമുജി, മഹാനായ അത്രയേൻ, പ്രമുഖനായ പ്രമുജി, അമേയ പ്രഭവനായ അഗസ്ത്യൻ, ബ്രഹ്മർഷിവര്യനായ അത്രി, മഹാത്മാവായ സുമുഖൻ, ഉത്തമോത്തമനായ വിമുഖൻ എന്നീ മഹർഷീശ്വരന്മാരുടെ അധിവാസം തെക്കേ ദിക്കിലാണ്. പശ്ചിമ പ്രദേശത്തിൽ നിവസിക്കുന്നവരായിരുന്നു നൃകണ്ഡു, ധൗമ്യൻ, കവശി, ഋഷിസത്തമനായ കൗശീയൻ തുടങ്ങിയവർ. പഭാനുഷ്ഠാനത്തിൽ ഇരിക്കുന്ന വസിഷ്ഠൻ, കശ്യപൻ, വിശ്വാമിത്രൻ, ഭഗവാൻ അത്രി, ഗൗതമൻ, ജമദഗ്നി, ഭരദ്വാജൻ എന്നീ സപ്തഋഷിമാരുടെ അധിവാസം ഉത്തരഭൂഖണ്ഡത്തിലും. ശിഷ്യപ്രധാനങ്ങളോടുകൂടിയ ഈ അചിന്ത്യ തപോധനന്മാർ അയോധ്യ നഗരിയിൽ ശ്രീരാമചന്ദ്രന്റെ അരമനയിൽ എത്തിച്ചേർന്നു. വേദവേദാംഗങ്ങളുടെയും സർവശാസ്ത്രങ്ങളുടെയും മറുകരയിൽ എത്തിയിരുന്ന ഇവരെല്ലാം അഗ്നിസദൃശ തേജസ്സാർന്നവരുമാണ്. ഭഗവാൻ അഗസ്ത്യൻ ദ്വാരപാലകന്മാരോട് ദാശരഥി രാമനെ സന്ദർശിക്കുവാൻ ഋഷികളായ ഞങ്ങൾ കാത്തുനിൽക്കുന്നതായി ഉണർത്തിക്കൂ. ഭക്തിപൂർവം പ്രണമിച്ച ദ്വാരപാലകന്മാർ വെമ്പിക്കൊണ്ട് ദേവസവിധത്തിലെത്തി. നയവും ഇംഗിതവും അറിയുന്നവനും സച്ചരിതനും നിപുണനും അതിധീരനും രാഘേന്ദു തുല്യവദനനുമായ മന്നോർമന്നനെ നമസ്കരിച്ചുകൊണ്ട് രാജഭടൻ, ദേവ, അഗസ്ത്യ ഭഗവാനോടുകൂടി ഋഷീശ്വരന്മാർ വന്ന് സമയം കാത്തു നിൽക്കുന്നു. ഉദയ സൂര്യാഭരായ മുനീന്ദ്രന്മാർ കൊട്ടാരവാതിൽക്കലെത്തി എന്നറിഞ്ഞപ്പോൾ സാദരം അവരെയെല്ലാം അതിവേഗത്തിൽ ഉപചാരപൂർവം കൂട്ടിക്കൊണ്ടുവരൂ. അമയ തപോധനമാർജിച്ച അവരുടെ ആഗമനം കണ്ട രഘുപതി സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സാദരം തൊഴുതു വന്ദിച്ചു. അർഘ്യപാദ്യം എന്നിവയാൽ യഥാവിധി പൂജിച്ച് ഉചിതങ്ങളായ ഇരിപ്പിടങ്ങളേകി. ആശ്രമ ജീവിതത്തിൽ നിന്ന് അത്യന്താപേക്ഷിതങ്ങളായ ഗോക്കൾ തുടങ്ങിയവയുടെ സുഖാന്വേഷണം സസ്മിതം ചോദിച്ചു. കനകനിർമ്മിതവും വിചിത്രതരവും ഉത്തമവും ശ്രേഷ്ഠതരവുമായ ആ ആസനങ്ങളിൽ ദർഭപ്പുല്ലുകൾ വിരിച്ച് മാൻതോലിട്ടിട്ടുണ്ട്. മുനിപ്രമുഖന്മാർ തക്കവിധം ഇരുന്നു. ശ്രീരാമദേവന്റെ കുശലപ്രശ്നം ആ ദേവജ്ഞന്മാരെ സന്തുഷ്ടമാനസരാക്കി. ശിഷ്യന്മാരോട് കൂടിയ ഋഷിദേവന്മാർ പൂപ്പുഞ്ചിരി പൊഴിച്ച് അരുളി ചെയ്തു. മഹാബാഹുവായ രഘുവര നന്ദന, ഞങ്ങൾക്കെല്ലാവർക്കും കുശലമാണ്. മാറ്റാരെ മുഴുവൻ മുടിച്ച് സസുഖം നിവസിക്കുന്ന അങ്ങയെ കാണുവാൻ സാധിച്ചതു തന്നെ ഭാഗ്യം. സർവ്വലോകങ്ങളെയും കരയിപ്പിക്കുന്ന രാവണൻ അങ്ങയാൽ ഹതനായത് ഭാഗ്യം. ഹേ രാമ, പുത്രന്മാരോടും പൗത്രന്മാരോടും കൂടിയ ദശകന്ധരൻ അങ്ങയ്ക്ക് എത്രയോ നിസാരനാണ്. കോദണ്ഡം ഏന്തിയാൽ 3 ലോകങ്ങളും വിജയിക്കുവാൻ നിഷ്പ്രയാസം സാധിക്കും, സംശയമില്ല. രാക്ഷസ വംശരാജാവായ രാവണൻ രാമശരം കൊണ്ട് മൃതനായത് ലോകത്തിൻ്റെ ഭാഗ്യം. ധർമ്മസ്വരൂപിയായ രാമ, അങ്ങയുടെ പ്രിയങ്ങൾ മാത്രം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അനുജൻ ലക്ഷ്മണനോടൊന്നിച്ച് വിജയശ്രീ ലാളിതനായി സീതയോടൊന്നിച്ച് കാണുവാൻ സാധിച്ചത് ഭാഗ്യം. അമ്മമാരോടും അനുജന്മാരോടും ഒന്നിച്ച് അരമനയിൽ അധിവസിക്കുന്ന അങ്ങയെ ദർശിക്കുവാൻ സാധിച്ചത് തീർച്ചയായും ഞങ്ങളുടെ ഭാഗ്യമാണ്. പ്രഹസ്തൻ, വികടൻ, വിരൂപാക്ഷൻ, മഹോദരൻ, ദുർജയനായ അകംഭനൻ തുടങ്ങിയ നിശാചരന്മാർ ഭാഗ്യം കൊണ്ട് ഹതരായി. ഈ ലോകത്തിൽ ഏവൻ ഒരുത്തനേക്കാൾ ഏതൊരാൾക്കും വലിപ്പമില്ലയോ? ആ കുംഭകർണനെ മഹായുദ്ധത്തിൽ അങ്ങ് നിഗ്രഹിച്ചത് ഭാഗ്യം തന്നെ. ത്രിശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ എന്നീ വിദ്യാഢ്യ രാക്ഷസന്മാരെ ആയാസമെന്നെ വധിച്ചത് ഭാഗ്യം. ഹേ രാമ, കുംഭകർണപുത്രന്മാരും പിതൃതുല്യന്മാരും ഘോരരൂപികളുമായ കുംഭനെയും നികുംഭനെയും ഭാഗ്യത്താൽ ഹനിച്ചു. യുദ്ധോന്മത്തൻ, മത്തൻ, കാലാന്തകൻ തുടങ്ങിയ യമതുല്യ നക്തഞ്ചരന്മാരും യജ്ഞഗോപൻ, മഹാശക്തനായ ധൂമ്രാക്ഷൻ എന്നിവരും ശാസ്ത്രാസ്ത്ര പാരംഗതരായിരുന്നു. ശത്രുക്കളെ കൊടും പരിക്കുകൾ ഏൽപ്പിക്കുന്ന ആ ഭയങ്കരന്മാരെ അന്തകതുല്യ ശരങ്ങളാൽ ഹേ രാമ ഭാഗ്യം കൊണ്ട്
കാലയവനികകൾക്കുള്ളിലാക്കി. എല്ലാ ദേവന്മാരും ഒന്നിച്ചു ചേർന്നാൽ കൂടി നേരിട്ട് നിൽക്കുവാൻ സാധിക്കാത്ത രാക്ഷസ ചക്രവർത്തിയോടുകൂടി ദ്വന്ദ്വയുദ്ധം ചെയ്ത് അങ്ങ് വിജയിച്ചുവല്ലോ, ഭാഗ്യം തന്നെ. എന്നാൽ രാവണനെ അടരിൽ ജയിച്ചതുകൂടി അത്രമാത്രം ശ്ലാഘ്യമായി തോന്നുന്നില്ല. രാവണിയെ വന്നത് ആലോചിക്കുമ്പോൾ ദ്വന്ദ്വയുദ്ധത്തിൽ ഇന്ദ്രജിത്തിനെ നിഗ്രഹിച്ചത് മഹാഭാഗ്യമാണ്. ദേവവിദ്വേഷിയായ ആ കാലതുല്യൻ ഓടി അടുക്കുമ്പോൾ രക്ഷ നേടുവാൻ ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. മഹാബാഹുവായ അങ്ങാകട്ടെ ജയവും നേടി. മേഘനാഥ വധ വർത്തമാനം ഞങ്ങളെ എത്രമാത്രമാണ് സന്തോഷിപ്പിച്ചതെന്നോ വ്യക്തമാക്കുവാൻ വാക്കുകളില്ല. ഏതൊരുവനും അവൻ അവധ്യനാണ്, പോരിൽ വൻ മായ പൂണ്ടവനുമാണ്. ആ ഇന്ദ്രജിത്തിനെ വധിച്ചു എന്ന് കേട്ടപ്പോഴാണ് അത്യധികം വിസ്മയമുണ്ടാകുന്നത്. രഘുവംശ തിലകനായ അങ്ങ് കാമരൂപികളായ അനേകം അരക്കന്മാരെ ഭാഗ്യത്താൽ വധിച്ചു. ഞങ്ങൾക്കെല്ലാം അഭയദക്ഷിണ തന്ന് മഹാപുണ്യം സമ്പാദിച്ചു. ശത്രുനാശകനായ കാകുസ്ഥ, അങ്ങയുടെ സർവ്വവിജയവും ഞങ്ങളുടെ ഭാഗ്യമാണ്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.